ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്നേ വന്നിട്ടുള്ളത് മലബാറിൻ്റെ സ്വന്തം രുചികളിൽപ്പെട്ട ഒന്നായ കായ്പ്പളം എന്നൊരു സംഭവം കൊണ്ടാണ്. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടാണ് പോയാലോ. ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ഇത്തിരി നെയ്യ് ഒഴിച്ച് അതിൽ നമ്മൾ ഇത്തിരി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ അണ്ടിപ്പരിപ്പും മുന്തിരും വറുത്ത് കോരുക ആ നെയ്യിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മൾ നേന്ത്രപ്പഴം നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മിക്സിൻ്റെ ഒരു ജാറെടുത്ത് നമുക്ക് അതിലോട്ട് 2-3 കോഴിമുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ഇടാം, കൂടുതൽ പഞ്ചസാര യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഇടാം. അത് കഴിഞ്ഞ് നമുക്കൊരു 3-4 ഏലക്ക എടുത്ത് പൊടിക്കുന്ന ജാറിലിട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നമുക്ക് പൊടിച്ചെടുക്കാം. ഏലക്ക മാത്രം ഇട്ട് പൊടിച്ചാൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് ചൂടാറാൻ വെച്ച പഴത്തിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്ത് വെച്ച പകുതി അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പകുതി അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്ക് ലാസ്റ്റ് വേണം, അതുകൊണ്ടാണ് മാറ്റി വെച്ചത്. അതിനുശേഷം അടുപ്പിന് മേലെ ഇതുപോലെ തട്ടെന്തെങ്കിലും വെച്ച് അതിന് മേലെ വേണം നമ്മൾ പാൻ വെക്കാൻ. അപ്പോൾ നമ്മൾ പാനിലോട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ചുറ്റിച്ചതിന് ശേഷം നമ്മുടെ മിക്സി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഷേപ്പെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊരു 5-6 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആഹാ, കണ്ടോ? അപ്പം നമ്മളെ കായ്പോള റെഡി മക്കളെ. എല്ലാവരും കഴിച്ച് നോക്കുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഫ്രണ്ടെല്ലാം വന്ന് കഴിച്ച് അവനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് എന്നതുപോലെ വിളിക്കണം, ഉണ്ടാക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബായ്.